ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്, കൊല്ലത്ത് മയ്യനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് കഥയിലേക്ക് പോവാം. ഞാൻ ജീവിതത്തിൽ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ സിസ്റ്റർ സൂസൻ മോലേൽ. ഞാൻ ആലപ്പുഴയിൽ ഐറിൻ ഹോമിൽ എൻ്റെ 7 ദിവസം പ്രായമുള്ളപ്പോൾ എത്തിയതാണ്. ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ പരിചരണയിൽ ഐറിൻ ഹോമിൽ സകല സുഖങ്ങളോടുകൂടി ജീവിച്ച് എൻ്റെ കൂടെ ഒത്തിരി മക്കളുമുണ്ട്. ഐറിൻ ഹോമിലെ ചേച്ചിമാരുമുണ്ട്, അനിയത്തിമാരുമുണ്ട്. അങ്ങനെ ഒരു സ്വർഗലോകം തന്നെ എന്ന് പറയാം ആയിരുന്നു എൻ്റെ ജീവിതം. ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, സാധാ വസ്ത്രമല്ല, ഫോറിനിൽ നിന്ന് വന്ന ഒത്തിരി വസ്ത്രങ്ങൾ, നല്ല നല്ല ഉടുപ്പുകൾ വെട്ടി തയ്ച്ച് അന്നത്തെ യൂറോപ്യൻ സിസ്റ്റേഴ്സ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റേഴ്സുമായിട്ട് നമുക്ക് ചെയ്തു തന്ന മനോഹരമായ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ ജീവിതം ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്ക് സുഖമുള്ള ജീവിതമായിരുന്നു നമ്മുടേത്. അങ്ങനെ ആ ജീവിതമൊക്കെ കഴിഞ്ഞ് 19 വയസ്സായപ്പോഴേ ഞാൻ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയം അവിടെ നഴ്സിംഗ് പഠിക്കാൻ വന്നു. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് 1979 ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി തുടങ്ങി. എൻ്റെ വാർഡ് ഗൈനക് വാർഡായിരുന്നു. ഡോക്ടർ സിസ്റ്റർ സൂസൻ മോലേലായിരുന്നു അവിടുത്തെ ഗൈനി ഇൻചാർജ്. ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ എന്തോ ഒരു പ്രത്യേകത സിസ്റ്ററിനുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്നേഹിക്കാനുള്ളൊരു നല്ല മനസ്സ്. പ്രത്യേകിച്ച് ഞാൻ അനാഥ കുട്ടിയായിട്ട് വളർന്ന ആയതുകൊണ്ട് അച്ഛനുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനൊരു അച്ഛനും അമ്മയുടെയും സ്നേഹം കിട്ടാതെ ഈ ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ സ്നേഹത്തിൽ വളർന്നു. അതുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മയുടെയും സ്നേഹത്തിൻ്റെ വില അറിയില്ലായിരുന്നു. ഒരമ്മയ്ക്ക് പകരം ഒത്തിരി അമ്മമാരെ കാണുമ്പോൾ ലഭിക്കും, ദൈവം തരുമ്പോൾ അതിൽ മുഴുകി സന്തോഷമായിട്ട് ജീവിച്ചു. ഞാൻ ഈ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഡോക്ടർ സൂസൻ്റെ കൂടെയായിരുന്നു മിക്കവാറും വർക്ക് ചെയ്തിരുന്നത് 2 വർഷത്തോളം. അപ്പം ജോലിയുടെ ഇടയ്ക്ക് ഞാൻ കാണാൻ പോവുകയും കുശലങ്ങൾ പറയുകയും ചിരിക്കുകയും ഏതു നേരം ചിരിക്കുകയും തമാശ പറയുന്ന സ്വഭാവമായതുകൊണ്ട് തന്നെ എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ നാഗർകോവിലിൽ 2 വർഷം ജോലി ചെയ്തു. ആ 2 വർഷത്തിൽ ഡോക്ടർ സൂസൻ ആയിരുന്നു എൻ്റെ നാഗർകോവിലെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഇൻചാർജ്. അങ്ങനെ സൂസനുമായിട്ട് കേസിനൊക്കെ അസിസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 10th ഗ്രാവിഡ എന്ന് വെച്ചാൽ 10ാമത്തെ പ്രസവത്തിന് വന്ന ഒരു പേഷ്യൻ്റ് എമർജൻസി ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് വന്നു. അപ്പോൾ അന്ന് ഞാൻ 23 വയസ്സേ ഉള്ളൂ. സിസ്റ്ററെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് വന്ന് ഭയങ്കര ബ്ലീഡിങ് ആയിട്ടാണ് വന്നത്. ബ്ലീഡിങ് ആയിട്ട് വന്നപ്പം അവിടെ എമർജൻസി ഓപ്പോസിറ്റ് ബ്ലഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്നോട് തന്നെ സിസ്റ്റർ സൂസൻ ചോദിച്ചു, മോളെ നിൻ്റെ ഗ്രൂപ്പ് എന്താണ്?
ഞാൻ പറഞ്ഞു പോസിറ്റീവ്. മോളൊരു കുപ്പി ബ്ലഡ് നമുക്ക് വേണം അത്യാവശ്യമായിട്ട്. മോള് പോയി ഒന്ന് കൊടുക്കാവോ? എനിക്ക് സ്നേഹമുള്ള എനിക്കിഷ്ടമുള്ള അമ്മയായതുകൊണ്ട് തന്നെ ഞാൻ ഓടിപ്പോയി ബ്ലഡ് കൊടുത്തു. കുത്തുമ്പോൾ ഇച്ചിരി വേദന കാണും, കുഴപ്പമില്ല, എന്നാലും മോള് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. നമുക്ക് ആ പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റി. അന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതി ഒരു രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ എത്രമാത്രം സ്നേഹത്തോടുകൂടി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വേറൊരു അവസരത്തിൽ ഇതുപോലെ ഒരു അവസരം വന്നു. വീണ്ടും ഞാൻ ബ്ലഡ് കൊടുത്തു. ബ്ലഡ് കൊടുത്ത ഉടനെ എൻ്റെ ബൈസ്റ്റാൻഡർ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വന്ന് എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, മോളിത് കുടിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സന്തോഷത്തോടുകൂടി തന്നാൽ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിനെ സേവ് ചെയ്യണമല്ലോ. അങ്ങനെ അവർ തന്നത് ഞാൻ കുടിച്ചു. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഡോക്ടർ സിസ്റ്റർ സൂസൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ തരത്തിൽ പ്രവർത്തിച്ചത്. പിന്നീട് ഒരിക്കലും ഞാൻ ബ്ലഡൊന്നും കൊടുത്തിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യമോ അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഞാൻ നല്ല ഇതിൽ വളർന്ന സമയത്താണ് ഡോക്ടർ സൂസൻ, ഞാൻ ഗൾഫിൽ പോയി. അവിടെ ഡോക്ടർ സൂസനെ കാണാൻ പറ്റിയില്ല. അവിടെ പിന്നെ ഫോൺ സംസാരങ്ങളായിരുന്നു എപ്പോഴും. അങ്ങനെ ഫോൺ സംസാരമെല്ലാം ഫോണിൽ കൂടെയും മൊബൈലിൽ വീഡിയോയും ഓഡിയോയും ഒക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം പറയുന്നു, കൊത്തമംഗലത്താണ് ഞാൻ എൻ്റെ രോഗികളെ രാവിലെ മുതൽ ഉച്ച വരെ ഡയബറ്റിക് വൂണ്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്യും മോളെ, അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തത്. അങ്ങനെ ഒത്തിരി പേഷ്യൻസ് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സന്തോഷത്തോട് പറഞ്ഞപ്പോൾ ഈ 85-ാമത്തെ വയസ്സിലും ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനോർത്ത മനസ്സിൻ്റെ നന്മ ഞാൻ കണ്ടു. അങ്ങനെ എപ്പോഴും സംസാരിക്കും. എൻ്റെ രോഗികൾ എന്നെ വെയിറ്റ് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ അടുത്താണ് സിസ്റ്ററിന് സുഖമില്ലാതെ വരുന്നതും എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല, വെൻറ്റിലേറ്ററിലായി. അത് കഴിഞ്ഞ് സിസ്റ്റർ പെട്ടെന്ന് മരിക്കുന്നു. ആ മരണവാർത്ത എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി. കാരണം ജീവന് തുല്യം നമ്മളെ സ്നേഹിച്ച് നമ്മളെ നന്മയിലേക്ക് നടത്തിയ ആ വ്യക്തി മരിച്ചു പോകുമ്പോൾ ഉള്ള ആ സങ്കടം ഒട്ടും താങ്ങാൻ പറ്റിയില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നി, പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല. കാര്യം എൻ്റെ മനസ്സ് നിറയെ പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ ബെറിയലൊക്കെ കൂടി. ആ കൂടിയ സമയത്താണ് ഈ നമ്മുടെ സിസ്റ്റർ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ കൊത്തമംഗലത്തെ ആൾക്കാർ വലിയ ഒരു പൂമാലയായിട്ട് കയറി വരുന്നത് കണ്ടപ്പോൾ അതിശയിച്ചു പോയി. കാര്യം ഇത്രയും സ്നേഹത്തോടുകൂടി സിസ്റ്റർ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ വന്നപ്പം ആ മാല, ചെണ്ടുമല്ല മാല എത്ര കിലോ കാണുമെന്ന് എനിക്കറിയത്തില്ല, ഒരു 100 കിലോയെങ്കിലും കാണും. അതുപോലത്തെ ഒരു വലിയ മാലയും തൂക്കി പിടിച്ചുകൊണ്ട് അവർ വരുന്ന കണ്ട് അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി. കാര്യം സിസ്റ്റർ സ്നേഹിച്ചവർ സിസ്റ്ററിനെ കാണാൻ ഒത്തിരി ദൂരത്തുനിന്ന് വരികയും അവർ സിസ്റ്ററിന് തമിഴിൽ പൂജ അർപ്പിക്കുകയും കൂടാതെ പൂജ അർപ്പിച്ച് ചടങ്ങിലെല്ലാം പങ്കുകൊണ്ട് സന്തോഷത്തോടുകൂടി അവർ തിരിച്ചുപോയി. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിരുന്നു. കാര്യം അവരുടെ സ്നേഹം, സിസ്റ്ററിനോടുള്ള സ്നേഹം കാണിച്ചത് അങ്ങനെയാണ്. അപ്പം സിസ്റ്റർ ചെയ്ത എല്ലാ നന്മകൾക്കും അവരൊത്തിരി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു നല്ല ഒരു പ്രാർത്ഥനയുള്ള, നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ ദൈവം തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സിസ്റ്റർ ചെയ്ത എല്ലാ ഉപകാരത്തിനും ദൈവം സ്വർഗത്തിൽ മാലാഖമാരെ ഒത്തുകൊണ്ടുപോയി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിൻ്റെ നിത്യശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കാണത്തില്ല. നല്ലൊരു മാതൃകയായിരുന്നു സിസ്റ്റർ. എല്ലാവരും ഈ
സിസ്റ്ററിൻ്റെ നല്ല മനസ്സും സേവന മനോഭാവവും എല്ലാവരും കണ്ടു പഠിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകട്ടെ. താങ്ക് യു.